നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ആ ചുരിദാറിൻ്റെ ബോട്ടമാണ്. ബോട്ടത്തിൽ നമ്മളിവിടെ ചെയ്യുന്നത് സ്കർട്ട് പാൻറ്റാണ്. സ്കർട്ട് പാൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഇതിന് ബോട്ടത്തിന് ആവശ്യമായിട്ടുള്ള ലെന്ത് എന്ന് പറയുന്നത് 36 ആണ്. നമുക്കിവിടെ ബോട്ടത്തിന് ലെന്തായിട്ട് വേണ്ടത് 36 ആണ്. 36 ഇവിടെ താഴെ അറ്റത്തേക്ക് നമ്മൾ ഒരു 2 ഇഞ്ച് മടക്കി വയ്ക്കും. അപ്പോൾ മുകളിലത്തേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേരുമ്പോഴത്തേക്കും 2.5 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ 36 36 പ്ലസ് 2.5 ആകുമ്പോൾ 38.5 നമുക്കിവിടെ ലെന്തായിട്ട് വരും. നമുക്കൊരു 38.5 ഇവിടെ എടുക്കാം ലെന്ത്. സ്കർട്ട് പാൻറ്റിന് നമ്മൾ 2 ഭാഗമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 4ആയിട്ട് മടക്കി ചെയ്യത്തില്ല. 2 മടക്കി ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ 2ആയിട്ട് മടക്കി ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ടാണ്. ഫ്രണ്ടിന് നമ്മളിപ്പോൾ ലെന്ത് ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് 38.5 എടുത്തിരിക്കുക. ഇത് ഇടുപ്പിൻ്റെ ഭാഗവും ഇത് താഴത്തെ ഭാഗമായിട്ടാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ വേസ്റ്റ് അളവ് വരുന്നത് 30 അപ്പോൾ നമ്മളിത് കറക്റ്റ് 30 എടുക്കണ്ട. നമ്മൾ ബാക്ക് ഭാഗം എലാസ്റ്റിക്കും ഫ്രണ്ട് ഭാഗം പട്ടയും വെച്ചാൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ബാക്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എടുത്ത് നമ്മളത് ക്ലിയർ ആയിട്ട് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ സാധാ തുണി നമ്മൾ 2ആയിട്ടാണ് ഇപ്പോൾ മടക്കിയിട്ടേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന എല്ലാ മീഡിയം ടു ലാർജ് വരെയുള്ള ആൾക്കാർക്ക് ഒരു 30-35 വരെ വേസ്റ്റ് വരുന്നവർക്ക് നമ്മൾ ഈ തുണി 2ആയിട്ട് മടക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗത്തിന് ഇവിടെ 12 അല്ലെങ്കിൽ ഒരു 12.5 എടുക്കാം. ഞാനിവിടെ ഒരു 12.5 എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും 12 ആവശ്യത്തിന്. ഈ 12ആയിട്ട് വീതി 12ലും ലെന്ത് 38ലുമാണ് ഈ തുണി ഇപ്പം മടക്കിയിട്ടേക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ഇടുക. 2 ഇഞ്ച് വരയ്ക്കുക. ഇഞ്ച് ഇങ്ങ് കയറി നമ്മളൊന്ന് മാർക്ക് ചെയ്യും. പിന്നീട് നമ്മൾ ഈ 12 ഇട്ടതുപോലെ ഇവിടെ താഴോട്ടും നമ്മളൊരു ക്രോച്ച് ഏരിയ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 12 താഴോട്ടും നമ്മളൊരു 12 കൊടുക്കുന്നുണ്ട്. ഈ 12ൽ നിന്നും ഇങ്ങോട്ട് പിന്നെ നമ്മളൊരു 2 ഈ പറഞ്ഞ് നേരത്തെ ഇട്ടതുപോലെ 2 വരച്ചിട്ട് ഈ 2 ലൈനുകളും തമ്മിൽ നമ്മൾ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് 12 എടുക്കണം. 12 വീതി ഇട്ടാണ് നമ്മൾ ഈ തുണി മടക്കുന്നത്. 12ൽ ഇങ്ങോട്ട് 2 ഇടണം. ഇപ്പം ഇവിടെ ഇത്രയും 10 വരുന്നു. ഇവിടെ നിന്ന് താഴോട്ട് വീണ്ടും 12ലോട്ട് തന്നെ എടുക്കുക. ഇവിടെ നമ്മൾ 12.5 എടുത്തിട്ടുള്ളത്. ഇവിടെ 12 അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വളച്ച് ക്രോച്ച് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വളച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇവിടെ വന്നത്. പിന്നെ ഇതിൻ്റെ താഴെ 12.5 കൊടുത്തിരിക്കുന്നതിൻ്റെ സെൻട്രൽ പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തണം. 6.25 ഇതാണ് ഇവിടുത്തെ സെൻട്രൽ പോയിൻ്റ്. ഈ സെൻട്രലിൽ നിന്നും ഇങ്ങോട്ട് ഒരു 3, ഇങ്ങോട്ടൊരു 3 ഇഞ്ച്, ഇങ്ങോട്ടൊരു 3 ഇഞ്ച്, ഇങ്ങോട്ടൊരു 3 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 6 ഇഞ്ച്. സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടുമാണ് വരയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡും ഇതുപോലെ 12 ഈ സൈഡും നമ്മൾ എന്ത് ചെയ്യണം, ഒരു 12 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പോയിൻറ്റും തമ്മിൽ നമ്മളിങ്ങനെ നേരെ വരച്ചു കൊടുക്കുക. ഈ പോയിൻറ്റും തമ്മിൽ നമ്മൾ നേരെ ഒരു ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞ് ഈ പോയിൻറ്റും ഈ ക്രോച്ച് ഏരിയയും തമ്മിൽ ഇങ്ങനെ വളച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചെറിയ ഷേപ്പ്. അതിന് നമ്മൾ ഈ സ്കെയിൽ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഈ സ്കെയിൽ ഇതുപോലത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ നമ്മൾ നേരെയുള്ള സ്കെയിൽ കൊണ്ട് ഇതും വരയ്ക്കുക. എന്നിട്ട് നമ്മൾക്ക് കട്ട് ചെയ്യാം. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ കട്ട് ഈ 12 എടുത്ത് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ നിർത്തുക. എന്നിട്ട് ഇവിടെ
ഇതിപ്പോൾ ഇങ്ങനെ ക്രോച്ച് ഏരിയ ഇത് ഇങ്ങനെ നീളത്തിൽ വന്നിട്ട് താഴെ എത്തിയതിന് ശേഷം ഷേപ്പ് ചെയ്ത് കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ടായി. ഇത് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ബാക്ക് പാർട്ട് കൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്ക് പാർട്ടാകുമ്പം ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ചെയ്യാൻ പോകുന്നത് ബാക്ക് ഭാഗമാണ്. ബാക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്ന് നേരത്തെ 12 അര എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 14 അര എടുക്കാം. 2 ഇഞ്ച് എപ്പോഴും ബാക്കിൽ വലുതായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. 2 വണ്ണമുള്ളവർക്ക് അതിൽ കൂടുതൽ 3 നമുക്ക് കൂടുതൽ എടുക്കാം. ഇപ്പം നമ്മളൊരു 14 അരയാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. വിത്ത് ഇവിടെ 14 അര. ഓക്കെ, 14 അര ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 38 അര നമ്മൾ ഇതിന് കൊടുക്കുന്നു, ലെന്ത് കൊടുക്കുന്നു. 38 അരയാണ് നമ്മൾ നേരത്തെ ലെന്ത് കൊടുത്തത്. നമ്മളതുപോലെ ഇവിടെ 38 അര ലെന്ത് കൊടുക്കുന്നു. 38 അര ലെന്തിൽ നിന്ന് നമ്മൾ പിന്നെ അങ്ങോട്ട് 14 അര മാർക്ക് ചെയ്യണം. വീതി 14 അര. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ 38 അര 38 അര ഇവിടെയാണ് വരുന്നത്. 38 അര. അപ്പം നമ്മളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു രണ്ടും കൂടെ. അപ്പം നമ്മൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ അടയാളപ്പെടുത്തുക. 38 അര. എന്നിട്ട് 38 അരയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത് ഇവിടെ നമ്മളതുപോലെ സെൻട്രൽ കാണുക. 14 അരയുടെ പകുതി എന്ന് പറയുന്നത് 7.25. അപ്പം നമ്മളിവിടെ 7.25 അടയാളപ്പെടുത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 7.25 അടയാളപ്പെടുത്തിയിട്ട് നേരത്തെ ഉള്ളതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് 3 ഇവിടെ നിന്ന് 3. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് കൂടുതൽ നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നിന്നാണ് 2 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് പകരം ഈ ഭാഗം നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചേർത്ത് കട്ട് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ നേരത്തെ ഫ്രണ്ട് ഭാഗം വന്നിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് വയ്ക്കുക. പുറത്ത് നമ്മൾ നേരത്തെ കറക്റ്റ് അളവാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. നേരത്തെ നമ്മൾ വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ വെച്ചിട്ട് കറക്റ്റ് ഇതായി വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഇതിന് വന്നിരിക്കുന്ന ക്രോച്ച് ഏരിയ ഇതാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ നിന്ന് 2 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് നീക്കി വേണം. ഇപ്പോൾ 2 ഇഞ്ചിനുള്ള സ്ഥലമില്ല. ഇവിടെ നിന്ന് ഇപ്പം നമ്മളൊരു 14 അരയാണ് നമുക്കിവിടെ ആവശ്യം. ഇവിടെ 14 അര ഒന്ന് നമ്മൾ പോയിൻ്റ് ചെയ്യുക. 14 അരയിൽ നിന്ന് നമ്മളിവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ടൊരു 2.25 എടുക്കാം. നേരത്തെ 12 നിന്നാണ് 2 എടുത്തത്. ഇപ്പോൾ 14 അരയിൽ നിന്നാണ് നമ്മൾ ഒരു 2.25 എടുക്കുന്നത്. പിന്നെ നേരത്തെ പോലെ ഇങ്ങോട്ട് നമ്മൾ 12 കറക്റ്റായിട്ട് നമ്മൾ 12 അടയാളപ്പെടുത്തുക. ഈ 12 നിന്ന് നമ്മളിവിടെ ഒരു 2.25 എടുക്കുക. ഇങ്ങോട്ട് 2.25 എടുക്കുക. എന്നിട്ട് ഇവിടെ ഇതും ഒന്ന് ചേർത്ത് വരയ്ക്കുക. ഇവിടെ ഇതും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ ചേർത്തിട്ട് നമ്മളിവിടെ നേരത്തെ പോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ക്രോച്ച് ഏരിയയ്ക്ക് വേണ്ടി ഒന്ന് ഷേപ്പ് ചെയ്യുക. അപ്പോൾ പിടിച്ചിട്ട് ഇങ്ങോട്ട് 3 എടുത്തില്ലേ, ആ 3ൻ്റെ പോയിൻറ്റും ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പോലെ തന്നെയാണ്. ഇവിടെ 12 നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് 12 അടയാളപ്പെടുത്തിയിട്ട് ഈ 12ൽ നിന്ന് ഇങ്ങോട്ട് നേരിട്ടൊരു ലൈൻ വരയ്ക്കുക. ഈ 12 ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 3 എടുത്തിട്ട് ഒരു 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ 5 എടുക്കേണ്ടത്. 5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 5ൻ്റെ ഇത് 5ഉം പിന്നെ നമ്മളെന്താ ചെയ്യുക, ഈ ക്രോച്ചും കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ഇത് അടയാളപ്പെടുത്തുക. ഇങ്ങനെ ഇത് ഇങ്ങനെ നമ്മളിനി ഇവിടെ ഒരു ഇത് കൂടെ ഉണ്ട്. ഈ ബാക്ക് ഭാഗം
ഈ സാധാ ലെന്തിൽ നിന്നും ഈ ക്രോച്ച് ഏരിയ വരുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങോട്ടൊരു 2 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഒരു 3 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് കൂട്ടാം. ഒരു തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 3 ഇഞ്ച് ഇങ്ങോട്ട് കൂട്ടണം. ബാക്കിലോട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് അത് നമ്മൾ ഇവിടെ കൂട്ടണ്ട. ഈ ഭാഗം ക്രോച്ച് ഏരിയ വരുന്ന ഈ ഭാഗം മാത്രമാണ് 3 ഇഞ്ച് കൂട്ടേണ്ടത്. ഇവിടെ സെയിം കറക്റ്റ് നമുക്ക് നേരത്തെ എടുത്ത അതേ 38.5 എടുത്തു, അത് മതി. ഇവിടെയാണ് ഒരു 3 ഇഞ്ച് കൂട്ടേണ്ടത്. എന്നിട്ട് ഇത് ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ ചരിച്ചിങ്ങനെ ഒരു വര കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഇവിടെ മാത്രമേ ബാക്ക് 2 ഭാഗത്തും ബാക്കിലെ 2 ഭാഗം മാത്രമേ ഒരു 3 ഇഞ്ച് ഇവിടെ കൂടാൻ പാടുള്ളൂ. ഫ്രണ്ടിൽ നമുക്കത് വേണ്ട. അതുകൊണ്ട് ഫ്രണ്ടിൽ നമ്മൾ ആകെ ഇത്രയും എടുത്തുള്ളൂ. ബാക്കിലാണ് 3 ഇഞ്ച് കൂട്ടിയെടുത്തത്. അപ്പോൾ ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗം ബാക്കിൽ കുറച്ച് കൂട്ടിയാണ് വരേണ്ടത്. ഇത്രയാണ് നമ്മൾ സിഗരറ്റ് പാൻറ്റിൻ്റെ ബാക്ക് ഭാഗം. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഷേപ്പ് ചെയ്തത് നമുക്ക് ഇത് ബാക്ക് വീതിയുള്ള ഭാഗം ബാക്കും ഈ വീതി കുറഞ്ഞ ഭാഗം ഫ്രണ്ടുമാണ്. ഇത്രയേ ഉള്ളൂ സിഗരറ്റ് പാൻറ്റ് കട്ടിങ്. ഇനി അടുത്ത് നമ്മൾ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ സിഗരറ്റ് പാൻറ്റിൽ. പിന്നെ ഇവിടെ നമ്മളൊരു പട്ട കൊടുക്കുക, താഴെ മടക്കി വയ്ക്കുക. അത്രയേ ഉള്ളൂ. അത് തയ്ക്കുമ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീതിയുള്ള ഭാഗം നമുക്ക് ബാക്കും ഈ വീതി കുറഞ്ഞ് 2 ഇഞ്ച് വീതി കുറച്ച് വെട്ടിയത് ഫ്രണ്ടുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അടുത്ത് നമുക്ക് തയ്ക്കാൻ തുടങ്ങി. ഓക്കെ.